അസ്ലം, ഏറ്റവും പ്രധാനമായി ഇന്നിപ്പോൾ മന്ത്രിമാരൊക്കെ എത്തിച്ചേരുമെന്ന് പറഞ്ഞിരുന്നു. ജനപ്രതിനിധികളൊക്കെ എത്തിച്ചേർന്ന് നമ്മൾ കണ്ടു. അവിടെ ടി സിദ്ദിഖും ഒപ്പം തന്നെ ഷംസാദ് മരക്കാരും ഒക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്ന് ഏതൊക്കെ മന്ത്രിമാരാണ്, ഈ ഉപസമിതിയിലുള്ള എല്ലാ മന്ത്രിമാരും എത്തുമോ, അവർ എപ്പോഴെത്തിച്ചേരും തുടങ്ങിയ വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ? സമയത്തിനകം തന്നെ മന്ത്രി റവന്യൂ മന്ത്രി കെ രാജനും മന്ത്രി മുഹമ്മദ് റിയാസും എത്തിച്ചേരും. മന്ത്രി എ കെ ശശീന്ദ്രൻ ഇന്ന് വിലങ്ങാട് സന്ദർശനമുണ്ട്. അദ്ദേഹം ഇവിടെ എത്തില്ല. OR കേരള ഉൾപ്പെടെ ഉപസമിതിയിലെ 3 മന്ത്രിമാരും ഇവിടെ തന്നെ എത്തിച്ചേരും. അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. പക്ഷേ ഓരോ സ്ഥലങ്ങളിലേക്ക് പുഞ്ചിരിമട്ടത്തിൽ പോകുന്ന ആൾക്കാർ ഓൾറെഡി പോയി കഴിഞ്ഞു. മാത്രമല്ല മുണ്ടക്കയിലേക്കുള്ളവരും പോയി കഴിഞ്ഞു. ഇതിൽ നാട്ടുകാരെ കൂടി കൊണ്ടുപോകുന്ന റവന്യൂ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ നാട്ടുകാരെ കൂടി കൊണ്ടുപോകുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ആ സ്ഥലങ്ങളിലെ സന്നദ്ധ പ്രവർത്തകർ ശരിക്കും പോയ ആൾക്കാർ തെരച്ചിൽ തുടങ്ങിയെന്ന് നമുക്ക് പറയാം. അതേസമയം ഔദ്യോഗിക തലത്തിൽ മന്ത്രിമാരോട് വന്നതിന് ശേഷമായിരിക്കും ഔദ്യോഗിക തലത്തിൽ ജനകീയ തെരച്ചിൽ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുക. നേരത്തെ തന്നെ 190 പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് രജിസ്റ്റർ ചെയ്തിരുന്നത്. അതേസമയം അവരെല്ലാവരും എത്തില്ല. കാരണം പലരും നേരത്തെ വന്നിട്ടുള്ള ആൾക്കാരാണ്. പലർക്കും വരുന്നതിന് ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി ഓരോ സ്ഥലത്തേക്ക് പുഞ്ചിരിമട്ടത്തുള്ള കുറച്ച് ആൾക്കാർ, മുണ്ടക്കയിൽ നിന്നുള്ള കുറച്ച് ആളുകൾ, അതോടൊപ്പം തന്നെ ഈ അട്ടമലയിലുള്ള ആൾക്കാർ, അതുപോലെ സ്കൂൾ റോഡിലുള്ള ആൾക്കാർ, വില്ലേജ് റോഡിലുള്ള ആൾക്കാർ എന്നിങ്ങനെ വ്യത്യസ്ത മേഖലയുള്ള ആളുകൾ കൂടി. ഇപ്പോ പിന്നെ നിങ്ങളുടെ നാട്ടുകാരൊക്കെ വന്നു തുടങ്ങി. അവരൊക്കെ വന്നു തുടങ്ങി. ഞങ്ങൾ ഇവിടെ താമസിക്കുന്നവർ തന്നെയാണ്. പല വിധത്തിലുള്ള ഫോഴ്സ് വന്ന് ഇവിടെ തെരച്ചിൽ നടത്തിയാലും അവർക്കെല്ലാം ഉപകാരപ്രദമായത് ഈ നാട്ടിലുള്ള ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരും ഈ നാട്ടിൽ ജീവിക്കുന്നവരുമാണ്. നിങ്ങൾക്കാണല്ലോ ശരിക്കും അറിയാം ആരൊക്കെ വീടുകളിൽ താമസിച്ചിരുന്നു, ആരൊക്കെ എവിടെയായിരുന്നു, അത് നിങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. അതെ 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 അതെ, ഞങ്ങള് റേഷൻ കടക്കാരനാണ്. ഞാൻ ഇവിടെ തന്നെയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എവിടെയും പോയിട്ടില്ല. അപ്പൊ പല ആളുകളും പല ഭാഗങ്ങളിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് വിശദമായിട്ട് അന്വേഷിച്ച് അവർക്ക് പറയാനും സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെയാണ് ഉള്ളത്. എവിടെയും പോയിട്ടില്ല. പൂർണ്ണമായിട്ടും അന്ന് തൊട്ട്, അതായത് 29 തൊട്ട്, അതായത് ഇന്ന് വരെ എവിടെയും പോയിട്ടില്ല. ഇവിടെ തന്നെയാണ്. ഇവർക്ക് വേണ്ട സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാനും ഇതിനുവേണ്ടി കൂടെ നിൽക്കുന്നുണ്ട്. ജനകീയ തെരച്ചിൽ അവർക്ക് നേരത്തെ കൊടുക്കില്ല, അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കും എവിടെയൊക്കെയാണ് സ്ഥലങ്ങൾ എന്നുള്ളതൊക്കെ അല്ലേ? നമ്മളെ ആൾക്കാരുണ്ടാവും. വന്നവരുടെ കൂടെ നമ്മളെ ആൾക്കാരെല്ലാവരും ഉണ്ടാവും. ക്യാമ്പിൽ നിന്നുള്ള ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇവിടെ തന്നെയാണ് അന്ന് മുതൽ ഇന്ന് വരെ. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലാ ക്ലീനിങ് അടക്കം ഞങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ട് അവർക്കുള്ള സൗകര്യം ഞങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. തീർച്ചയായും ഒരുപാട് ഉറ്റവരെയും മറ്റവരൊക്കെ നഷ്ടപ്പെട്ടവരാണെങ്കിൽ പോലും ഈ തിരച്ചിൽ ദൌത്യത്തിലേക്ക് അവർ കൂടി പങ്കാളികളാകുക എന്ന് പറയുന്ന കാര്യം കൂടിയുണ്ട്. പിന്നെ ശരി അസ്ലം, ഞാൻ മടങ്ങിയെത്താം. എന്തായാലും അവിടെ തിരച്ചിൽ വളരെ ഊർജിതമായി തന്നെ നടക്കാൻ തയ്യാറെടുപ്പ് തുടങ്ങിയിരിക്കുന്നു. ദൌത്യ സംഘങ്ങളൊപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകരൊക്കെ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ള വിവരം കൂടിയാണ്.